ഹേ പീപ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രണ്ട് ജംബോ സ്പീക്കേഴ്സ് ആണ് മക്കളെ കൈ കിട്ടിയിട്ടുള്ളത്. ഇതാക്കണം ഈ രണ്ട് സാധനം. ഫ്രെയിം കൊള്ളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വലിയ രണ്ട് ബോക്സ് തന്നെയാണ്. സോ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബോൾട്ടിന്റെ ബാസ് ബോക്സ് Q30 ആണ്, ഒന്ന് ബോൾട്ടിന്റെ ബാസ് ബോക്സ് Q60 ആണ്. സോ ഈ രണ്ട് സ്പീക്കേഴ്സിനെ കുറിച്ചും മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ താരം സബ്സ്ക്രൈബ് ചെയ്തില്ല, പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഇത് ബോൾട്ടിന്റെ ബാസ് ബോക്സ് Q30 ആണ്. ഏതായാലും ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. അത് നമുക്ക് ഇതിന്റെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ടൈപ്പ് സി ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫോം എടുത്ത് ഒഴിവാക്കിയാൽ നമ്മുടെ സ്പീക്കർ അവിടെ തന്നെ ഉണ്ട്. അത് തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അതിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ അടിയിൽ പിന്നെ പ്രത്യേകിച്ച് ഇല്ല. സോ ഗൈസ്, ഇനി നമുക്ക് ബോൾട്ടിന്റെ ബാസ് ബോക്സ് Q60 നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് ഫോമും കാര്യമൊന്നും മുകളിലില്ല. അത് തന്നെ നമുക്ക് ഇതാക്കണം. ടൈപ്പ് സി ചാർജർ ഇതിലും കിട്ടുന്നുണ്ട്. നമ്മൾ സ്പീക്കർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഇതാക്കണ ഒരു ബെൽറ്റ് നമ്മളെ തോളൊക്കെ എടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇതിന്റെ വാറന്റി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. സോ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട്. ഇത് ബോൾട്ടിന് തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് പെട്ട ഒരു രണ്ട് സ്പീക്കേഴ്സ് തന്നെയാണ് കേട്ടോ, ഈ Q30 ആൻഡ് Q60. സംഭവം പ്രീമിയം ആണെന്നുണ്ടെങ്കിലും കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം തന്നെയാണ് കേട്ടോ. സോ രണ്ട് സ്പീക്കേഴ്സ് ആദ്യം നമുക്ക് Q30 ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കാം. Q30 വരുന്ന നല്ല രസമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഈ ഡിസൈൻ്റെ കാര്യത്തിൽ Q30 ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുള്ളത്. സോ ഇത് നമുക്ക് ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗിന്റെ ഒക്കെ രൂപത്തിലാണ് ഈ ഒരു സാധനം വരുന്നത്. സോ ഇതിന്റെ ഫ്രണ്ട് തന്നെ ഒരു ഗ്രേ കളറിൽ ഒരു പ്രീമിയം പെർഫോറേറ്റ് മെഷ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അവിടെ ബോൾട്ടിന്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അത് നല്ല പ്രീമിയം ലുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബോഡി മൊത്തം പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. നമുക്ക് പിടിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അതിന്റെ പിടിക്കുന്ന ഭാഗത്ത് ചെറിയ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മൂവബിൾ അല്ല കേട്ടോ. അതിന്റെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ റബ്ബർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്, വോളിയം ഡൗൺ വരുന്നുണ്ട്, പോസ് ആൻഡ് പ്ലേ ബാക്ക് ബട്ടൺ വരുന്നുണ്ട്, വോളിയം അപ്പ് ബട്ടൺ വരുന്നുണ്ട്, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. Bluetooth mode. ഈ രണ്ട് സ്പീക്കേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ ഇതിന്റെ മാക്സ് വോളിയത്തിലൊന്നും പവർ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സംഭവം വിളിച്ചറിയില്ല. മീഡിയം ആയിട്ടുള്ള ചെറിയൊരു സൗണ്ടിൽ അത് വിളിച്ചറിയും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്തി പോകും. ആ ഒരു സംഭവം ഇതിൽ വരുന്നില്ല. പിന്നെ ചെറിയൊരു LED ഇൻഡിക്കേറ്ററും ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓക്സ് മോഡും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡും ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ചെറിയ റബ്ബർ റോഡ് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓക്സ് കേബിൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ ടൈപ്പ് സി കേബിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു ഹോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ബാസിന്റെ എയർ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ താഴത്ത് ചെറിയ ഗ്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നമ്മൾ നിലത്ത് നോക്കുമ്പോൾ സ്ലിപ്പായി പോകാൻ. ഇനി നമുക്ക് Q60 ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ വരുന്നത്. കുറച്ചൊരു ട്യൂബ് പോലത്തെ ഒരു രീതിയിലുള്ള ഡിസൈൻ വരുന്നത്. മറ്റേ സ്ക്വയർ രൂപത്തിലാണ്, ഇത് കുറച്ച് ട്യൂബ് രൂപത്തിലാണ് വരുന്നത്. എന്താ പറയുക, ബീരങ്കിന്റെ ഒക്കെ ടൈപ്പ് ഡിസൈനിലാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് പിടിക്കുന്ന സാധനം മൂവബിൾ അല്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. Q30 ആണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് സ്ട്രൈറ്റ് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിട്ടിയ ഒരു ഹാങ്ങിങ് സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രാപ്പ് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. കുറച്ചുകൂടി പോർട്ടബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ തൂക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതിൽ നമുക്ക് പ്രീമിയം പെർഫോറേറ്റ് മെഷ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ബോട്ടിന്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് റബ്ബറിന്റെ രീതിയിൽ തന്നെ ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കുറച്ച് വലിയ സൈസിലായിട്ട് കുറച്ച് എന്താ പറയുക ലൈറ്റ് ഒക്കെ പുറത്ത് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതോൺ ആക്കുമ്പോൾ ഇതിൽ ലൈറ്റ് എത്തുന്നത് കാണാൻ പറ്റും ബട്ടൺസിൽ. പിന്നെ മാത്രമല്ല ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ലൈറ്റ് എത്തുന്നത് കാണാൻ പറ്റും, സൈഡിലും ലൈറ്റ് എത്തുന്നത് കാണാൻ പറ്റും. കാരണം ഇതിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തായിട്ട് സ്പീക്കറിന്റെ ചുറ്റും റൗണ്ട് രീതിയിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് ബാസിന്റെ റേഡിയേറ്റേഴ്സിന്റെ ഭാഗത്തും LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോട്ടിന്റെ ലോഗോയിലും കൂടി നമുക്ക് ലൈറ്റോ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രസം ഈ ലൈറ്റ് കാണാനായിട്ട്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അല്ല, ചെറുതായിട്ടൊരു ലൈറ്റിംഗ് സെറ്റപ്പ് വെച്ചിട്ട് ഒരു കാണുമ്പോൾ ഒരു വൃത്തിയാണ്. ഒരു പാർട്ടി വൈബ്, ചെറിയൊരു പാർട്ടി വൈബ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ. ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്രിപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാസിന്റെ റേഡിയേറ്റേഴ്സും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന ബട്ടൺസ് ഏതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം മൈനസ് ബട്ടൺ വരുന്നുണ്ട്, പോസ് ആൻഡ് പ്ലേ ബട്ടൺ വരുന്നുണ്ട്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അവിടെ EQ എന്നും എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ലൈറ്റിന്റെ ബട്ടൺ വരുന്നുണ്ട്, നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്സ് മോഡോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡ്, FM മോഡോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ്. റബ്ബർ സീലാണ് അതും കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്സ് പോർട്ട് ഉണ്ട്, USB ടൈപ്പ് സി പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെമ്മറി കാർഡിനുള്ള ഒരു പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 32 GB യോടുള്ള മെമ്മറി കാർഡും USB നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡ് ആൻഡ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഡിസൈൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുള്ളത് Q30 തന്നെയാണ്. കുറച്ചുകൂടി ഒരു എലഗന്റ് ആയിട്ട് പ്രീമിയം ലുക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിൽ രണ്ടിലും കൊടുത്തുള്ളത് Bluetooth 5.4 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Q30 വരുന്നത് 16 hours പ്ലേ ബാക്ക് ആണെങ്കിൽ Q30 വരുന്നത് 14 hours പ്ലേ ബാക്ക് ടൈം ആണ്. പിന്നെ രണ്ടിൽ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ Q30 നമുക്ക് പാസീവ് ആയിട്ടുള്ള ബാസ് റേഡിയേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. Q60 നമുക്ക് രണ്ട് ബാസ് റേഡിയേറ്റേഴ്സും അതുപോലെ തന്നെ രണ്ട് ഡൈനാമിക് ഡ്രൈവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ Q30 പറഞ്ഞാൽ 30 വാട്ട് സ്പീക്കർ ആണ്, Q60 പറഞ്ഞാൽ 60 വാട്ട് സ്പീക്കർ ആണ്. നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. തന്നെ നമുക്ക് Q30 ഓഡിയോ
ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കാം. Q30 കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പാസീവ് ബാസ് റേഡിയേറ്റേഴ്സ് ആണ് കൊടുത്തുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൂമെക്സ് ടെക്നോളജിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ബാസ് ഭയങ്കരമായിട്ട് ബാസ് അല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രിബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങളല്ല, കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 30 വാട്ട്സ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വലിയൊരു റൂമിലൊക്കെ അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓഡിയോ ക്ലിപ്പ് ചെയ്യുന്നില്ല. ചില സ്പീക്കേഴ്സിലൊക്കെ ഭയങ്കര സൗണ്ട് കൂട്ടുകയാണെങ്കിൽ സൗണ്ട് ചിലപ്പോൾ ക്ലിപ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് തന്നെയാണ് അധികം സൗണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നത്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബാസ് റേഡിയേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡീപ്പ് ബാസ് നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാസൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് കേൾപ്പിച്ചു തരാം. ഇനി Q60 ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡുവൽ ബാസ് റേഡിയേറ്റേഴ്സും ഡുവൽ ഡൈനാമിക് ഡ്രൈവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂമെക്സ് ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 വാട്ട്സ് സൗണ്ടാണ് നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് വരുന്നത്. ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ഇതിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് 3 EQ മോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ബാലൻസ് മോഡ് കൊടുത്തിട്ടുണ്ട്, ബാസ് മോഡ് കൊടുത്തിട്ടുണ്ട്, ട്രിബിൾ മോഡും കൊടുത്തിട്ടുണ്ട്. ബാലൻസ് മോഡ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ബാസ് റേഡിയേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ഫീച്ചർ കാരണം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബാസ് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു EQ മോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ബാസ് മോഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബാസ് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് ഉറപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ 3 മോഡിലുള്ള ഓഡിയോ നമുക്ക് കേൾപ്പിച്ചിരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ബാസിന്റെ ചേഞ്ച് നമുക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മക്കളുള്ള ബാസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ട്രിബിൾ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോക്കൽസ് ക്ലാരിറ്റി ഉള്ള രീതിയിൽ നമുക്ക് ട്രിബിൾ മോഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിബിൾ മോഡിൽ ഇടുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. സൗണ്ട് ഔട്ട്പുട്ട് കുറച്ചുകൂടി കൂടുതലുള്ള രീതി തോന്നിയിട്ടുണ്ട്. With their nails done now. Full bass mode. Girls with their nails done. Treble boost mode. അപ്പോൾ 3 മോഡ് ഇതിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് 3 മോഡിൽ നമുക്ക് ഏത് മോഡാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബാലൻസ് മോഡാണെങ്കിൽ ബാലൻസ് മോഡ് ഉപയോഗിക്കുക, ബാസ് കൂടുതലാണെങ്കിൽ ബാസ് കൂടുതൽ ഉപയോഗിക്കുക. കുറച്ചൊരു ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ് വേണ്ടത്, അങ്ങനത്തെ പാട്ടാണ് മെലഡീസ് ആണ് കേൾക്കുന്നുണ്ടെങ്കിൽ ട്രിബിൾ മോഡ് വെച്ചിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. പ്രൈസ് വരുന്നത് Q30 ലോഞ്ചിങ് പ്രൈസ് വരുന്നത് 2999 രൂപയാണ്. അതുപോലെ തന്നെ Q60 ലോഞ്ചിങ് പ്രൈസ് വരുന്നത് 3999 രൂപയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സിലുള്ള സ്പീക്കേഴ്സ് കിട്ടുന്നത് തന്നെ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. 30 വാട്സും അതുപോലെ തന്നെ 60 വാട്സ് സ്പീക്കറും. Q30 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് മതി. റൂമിലൊക്കെ വെച്ച് അത്യാവശ്യം ലുക്കുള്ള ഒരു സ്പീക്കർ വേണം. ഭയങ്കര സൗണ്ട് വേണ്ടാനും പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ട് വേണം. അതുപോലെ തന്നെ പോർട്ടബിൾ ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Q30 സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇനി Q60 കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രണ്ട്സിന്റെ സെറ്റപ്പിൽ ഒരു ചെറുതായി പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ വേണം, അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ Q60 സെലക്ട് ചെയ്യുക. കാരണം ഇതിലൊരു ഹാങ്ങിങ് സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ തൂക്കിയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പല മോഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അധികം ഫീച്ചേഴ്സ് നമുക്ക് Q60 എന്തായാലും കിട്ടുന്നുണ്ട്. പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ ഒരു 2 പ്രൈസിന് എന്തായാലും ഈ 2 സാധനം വേർത്തിട്ട് തന്നെയാണ്. 2 പോർട്ടബിളും ആണ്, അത്യാവശ്യം ട്രാവലിനും കൊണ്ടെടുക്കാൻ പറ്റും. Q60 കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി വൈബ് ഇത്രയും സൗണ്ടൊക്കെ വേണം, അങ്ങനത്തെ ഒരു മൂഡ് സാധനമാണെന്നുണ്ടെങ്കിൽ Q60 സെലക്ട് ചെയ്യുക. Q30 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഒരു എലഗന്റ് ആയിട്ടുള്ള ലുക്ക്, ബാലൻസ് സൗണ്ട്, അങ്ങനത്തെ സാധനത്തിനാണ് Q30 സെലക്ട് ചെയ്യാൻ പറ്റുക. സോ ഇത് രണ്ടിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനം തന്നെയാണ് രണ്ടും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ റിൻഷിഫ്. ഐ വിൽ കാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.